നമസ്കാരം. ഒടുക്കം നീണ്ട മൗനവ്രതത്തിന് ശേഷം നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി പിണറായി വിജയൻ അഥവാ കോപം വന്നാൽ സാക്ഷാൽ ദുർവാസാവിനെ പോലും കടത്തിവെട്ടുന്ന കടക്കുപുറത്ത് പിണറായി തിരുവടികൾ വാ തുറന്നിരിക്കുകയാണ്. വയനാട് ദുരന്തത്തിൽ പോലും കൈയിട്ട് വാരലെന്ന സ്വതസിദ്ധമായ കഴിവ് മുഴുവനായും പുറത്തെടുത്ത തന്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മുഖ്യൻ തന്റെ മൗനം ഭഞ്ജിച്ചിരിക്കുന്നത്. വയനാട്ടിൽ ഛിന്ന ഭിന്നമായ ശവശരീരങ്ങൾ പെറുക്കിയെടുത്ത് കുഴിച്ചു മൂടിയ കാഴ്ച കണ്ണീരോടെ കണ്ടുനിന്ന കേരള ജനത ഇപ്പോഴിതാ മൃതദേഹത്തിന് ഒന്നിന് 75,000 രൂപ സംസ്കരിക്കാനുള്ള ചിലവിനായി എന്ന പിണറായിയുടെ കള്ളക്കണക്ക് കേട്ടത് ഞെട്ടലോടെ തന്നെയാണ്. ഈ കണക്കിന് പിന്നാലെ ചികഞ്ഞു തന്ന മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത് പച്ചയായ സർക്കാരിന്റെ കൊള്ളയാണ്. എന്നാൽ അതൊന്നും സമ്മതിച്ചു തരാൻ നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറല്ല. മാത്രമല്ല, സത്യം പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന വെല്ലുവിളി കൂടി നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം. അതായത്, ഞാൻ കക്കും, ഇനിയും കക്കും, നിനക്കെന്താ കുഴപ്പമെന്നല്ലേ. അല്ലെങ്കിലും പിണറായി വിജയൻ സർ ഭരണത്തിൽ വന്നതിൽ പിന്നെ ഇവിടെ തെറ്റ് ചെയ്തവനല്ല, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനാണ് ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. വയനാട് ദുരിതാശ്വാസ കണക്കിനെ സംബന്ധിച്ച വാർത്തകൾ വന്നതോടെ കേരളം കണക്കുകൾ പെരുപ്പിച്ച് കേരളം അനർഹമായ കേന്ദ്ര സഹായം നേടാൻ ശ്രമിക്കുന്നുവെന്നത് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച വ്യാജ കഥയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. മാധ്യമങ്ങളെ കണക്കിന് വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനം നടത്തിയത്. മാധ്യമങ്ങൾ അവരുടെ രീതി പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. വയനാട്ടിൽ ചിലവിട്ട കണക്കുമായി സർക്കാർ എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രമുഖ മാധ്യമങ്ങളുടെ തലക്കെട്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരും ഞെട്ടിപ്പോകുന്ന വിധത്തിലാണ് മാധ്യമങ്ങൾ കണക്കുകൾ അവതരിപ്പിച്ചത് എന്ന് മുഖ്യൻ പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലുള്ള വാർത്തകൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. വയനാട് പുനരധിവാസത്തിൽ സർക്കാർ കള്ളക്കണക്ക് കൊടുത്തു എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എല്ലാ സീമകളും ലംഘിച്ച് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. അസത്യം പറന്നപ്പോൾ പിന്നാലെ വന്ന സത്യം മുടന്തുകയാണ്. അങ്ങനെ മുടന്താൻ മാത്രമേ സർക്കാർ വാർത്താക്കുറിപ്പിന് പോലും കഴിഞ്ഞുള്ളൂ മുഖ്യമന്ത്രി പറഞ്ഞു. അതായത്, പെട്ടെന്ന് ഈ കണക്കൊക്കെ കൂടി കേട്ടപ്പോൾ ജനം അങ്ങ് ഞെട്ടിപ്പോയതാണ്. പതുക്കെ പതുക്കെ പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. പണ്ടൊരു സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ 2000 കോടി എന്ന് പറയുന്നതിനു പകരം വെറും 2000 കോടി എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീരുന്ന പ്രശ്നം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു വെക്കുന്നത്. അതൊന്ന് മയത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര വലിയ കോടിയായിരുന്നെങ്കിലും ജനങ്ങൾ പേടിക്കില്ലായിരുന്നു. അപ്പോൾ തെറ്റ് ആരുടെ ഭാഗത്താണ്? മാധ്യമങ്ങളുടേത് തന്നെ. ഇത് മാത്രമല്ല, അനർഹമായ സഹായം നേടിയെടുക്കാൻ കേരളം ശ്രമിക്കുന്നുവെന്ന വ്യാജ കഥ ജനം വിശ്വസിച്ചതാണ് ഇതിന്റെ അന്തിമ ഫലമെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? അതായത്, വല്ലവരുമൊക്കെ പറയുന്നത് കേട്ട് വിശ്വസിച്ച ജനവും തെറ്റുകാരാണ് എന്നാണ് മുഖ്യന്റെ വാക്കുകൾ. തെളിവുകളും രേഖകളും അടക്കം സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ട് മനസ്സിലാക്കിയതല്ല. ആരോ എഴുതിക്കൊടുത്ത് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന ഒരു നാണവുമില്ലാതെ മുഖ്യമന്ത്രി വായിക്കുന്ന ക്യാപ്സ്യൂളാണ് നമ്മൾ പൊതുജനം എന്ന കഴുതകൾ വിശ്വസിക്കേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് ഞാൻ പറയും, നിങ്ങൾ കേൾക്കുക, അനുസരിക്കുക എന്നത് തന്നെയാണ്. എന്നാലും മാധ്യമങ്ങളെ തുറങ്കിലടയ്ക്കുമെന്ന ഭീഷണി കൂടിയാണ് മുഖ്യന്റെ ന്യായീകരണ പത്രസമ്മേളനത്തിൽ ഉടനീളം അങ്ങ് നിറഞ്ഞു നിന്നത്. അടുത്ത ന്യായീകരണം ഇങ്ങനെയാണ്: കേരളത്തിലെ ജനങ്ങളും സർക്കാരും ലോകത്തിന് മുന്നിൽ അവഹേളിക്കപ്പെട്ടു അത്രേ. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഏക കാര്യം സത്യം എന്ന് തോന്നിയത് ഇത് മാത്രമാണ്. അതേ സഖാവേ, നമ്മുടെ കേരളം ലോകത്തിന് മുന്നിൽ നാണം കിടന്ന പരിപാടി തന്നെയാണ് ഈ കണക്കിലൂടെ പുറത്തു വന്നത്. പക്ഷേ ഈ കണക്കുണ്ടാക്കിയത് മാധ്യമങ്ങളല്ലല്ലോ. അതുണ്ടാക്കിയ നിങ്ങൾ തന്നെയാണ് കേരളത്തിന്റെ കീർത്തിയെ കളങ്കിതമാക്കിയിരിക്കുന്നത്. അല്ലാതെ അവിടെയും മാധ്യമങ്ങളെ വേട്ടയാടാനും നാവടപ്പിക്കാനും ശ്രമിക്കുന്ന താങ്കളുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ കേരളത്തിലെ നട്ടിലുള്ള ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ നിശബ്ദരാകും എന്ന് കരുതുകയേ വേണ്ട. മാധ്യമങ്ങളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് പിണറായി വിജയൻ നടത്തിയ ആരോപണങ്ങൾ ഇങ്ങനെയാണ്. വയനാട് വിഷയത്തിൽ മാധ്യമ നുണകൾക്ക് പിന്നിലെ അജണ്ടയാണ് ചർച്ചയാകേണ്ടത്. വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ലോകം പ്രകീർത്തിച്ചതാണ്. വയനാട്ടിലെ ദുരിതാശ്വാസം നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന സാധാരണക്കാരെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഇത്തരം വാർത്തകളുടെ ദുഷ്ട ലക്ഷ്യം. ഇത് നശീകരണ മാധ്യമ പ്രവർത്തനമാണത്രേ. മാധ്യമങ്ങൾ വിവാദ നിർമ്മാണശാലകളാകുന്നതാണ് കണ്ടത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
കച്ചവട രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് മാധ്യമപ്രവർത്തനം അധപ്പതിച്ചു എന്നും ഏതു വിധത്തിലും സർക്കാർ വിരുദ്ധ വാർത്ത കൊടുക്കുന്നതിനിടെ ദുരന്തബാധിതരായ ജനങ്ങളെപ്പോലും മറന്നു എന്നുമാണ് പിണറായി വിജയൻ പറയുന്നത്. ആർക്കെതിരെയാണോ വാർത്ത അതിനു മുൻപ് അവരോടൊന്ന് വിശദീകരണം ചോദിക്കണമത്രേ. അത് മാധ്യമങ്ങളുടെ അടിസ്ഥാന ധർമ്മമാണത്രേ. അതുപോലും മാധ്യമങ്ങൾ വിസ്മരിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇത്രയും വർഷം മുഖ്യമന്ത്രിയായി ഈ കേരളം ഭരിച്ചിട്ടും ഒരു മുഖ്യമന്ത്രി എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് മറന്നുപോയ, ഭരിക്കാൻ തന്നെ മറന്ന് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ മുഖ്യമന്ത്രി ഇപ്പോഴിതാ ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ മാധ്യമപ്രവർത്തകരെ മാധ്യമധർമ്മം പഠിപ്പിക്കാൻ. പുറത്തു വന്ന മെമ്മോറാണ്ടത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ മാധ്യമപ്രവർത്തകർ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആരാണ് സഖാവേ ഈ അറിവുള്ളവർ? പുറത്തു വന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല ആളുകളും ഈ കണക്കിനെ വിലയിരുത്തി കഴിഞ്ഞതാണ്. ഒരു മൃതദേഹം മറവ് ചെയ്യാൻ 75,000 രൂപ എന്ന നിങ്ങളുടെ ആ കള്ളക്കണക്ക് മനസ്സിലാക്കാൻ അങ്ങേയറ്റം CA പാസ്സാവേണ്ട കാര്യമൊന്നുമില്ല. സാധാരണക്കാരനായ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുവന് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കള്ളക്കണക്ക് തന്നെയാണത്. എന്തായാലും മാധ്യമയുക്തിയെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഈ കണക്കിൽ എന്ത് യുക്തിയാണ് കണ്ടത് എന്ന് കൂടി നമ്മളോട് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതിനു മുൻപ് സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങളെല്ലാം തന്നെ ഒറ്റ ക്ലിക്കിൽ ദുരന്ത നിവാരണ സമിതിയുടെ വെബ്സൈറ്റിലുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. വരൾച്ച മുതൽ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം വരെയുള്ള കാര്യങ്ങളിൽ പരമാവധി കേന്ദ്ര സഹായത്തിനാണ് കേരള സർക്കാർ ശ്രമിച്ചത് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ആ കണക്കുകളിൽ ഒന്നും തന്നെ ഇത്രയും പച്ചയായി ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു കണക്ക് നമുക്ക് കാണാൻ കഴിയില്ല. മലയാളികൾ കൂട്ടായ്മയിലൂടെ ദുരന്തത്തെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തുരങ്കം വെക്കുന്ന പണിയാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയത്. ഇവിടെ മലയാളികളുടെ കൂട്ടായ്മയ്ക്കല്ല സഖാവെ ഞങ്ങൾ മാധ്യമങ്ങൾ തുരങ്കം വെക്കുന്നത്. അതിന്റെ മറപറ്റി കോടികൾ അടിച്ചു മാറ്റാമെന്ന് കരുതിയ പലരുടെയും വ്യാമോഹത്തിനാണ് മാധ്യമങ്ങൾ ഇവിടെ തുരങ്കം വെച്ചിരിക്കുന്നത്.